الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم في بيوت أذن الله أن ترفع ويذكر فيها اسمه ويسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ആദരണീയരായ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും സൽക്കർമ്മങ്ങൾ ഒരുപാട് വർദ്ധിപ്പിച്ച് പരിപൂർണ മുസ്ലിംകളായി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 ഖുതുബകളിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ പരലോക വിജയത്തിന് ആവശ്യമായ ചില കാര്യങ്ങളും അതോടൊപ്പം പരലോക ജീവിതത്തിൽ നഷ്ടത്തിന് കാരണമായി തീരുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചും വിശദീകരിക്കുകയുണ്ടായി. സുദീർഘമായ ഒരു ഹദീസിന്റെ ആദ്യ ഭാഗങ്ങളായിരുന്നു അത്. അതിനുശേഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വസലാസുൻ കഫാറാത്ത്, 3 കാര്യങ്ങൾ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ആ 3 കാര്യങ്ങളിൽ ഒന്ന് ഇന്തിളാറു സ്വലാത്തി ബഅദ സ്വലാത്ത്, ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കുക. വഇസ്ബാഗുൽ വുളൂഇ ഫിസ് സബ്റാത്ത്, രണ്ടാമത്തേത് പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ, അത് തണുപ്പ് കൊണ്ടാകട്ടെ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാകട്ടെ, എന്താണെങ്കിലും ശരി പരിപൂർണമായ നിലക്ക് വുളു എടുക്കുക.
3 വനഖലുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, ജമാഅത്തുകൾക്ക് വേണ്ടി പള്ളികളിലേക്ക് കാൽപാദങ്ങൾ വർദ്ധിപ്പിക്കുക. 3 കാര്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? മനുഷ്യന്റെ പാപങ്ങൾ മായ്ക്കപ്പെടാൻ, മനുഷ്യന്റെ തിന്മകൾ കരിച്ചു കളയാൻ. സഹോദരന്മാരെ, മനുഷ്യർ എല്ലാവരും തിന്മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നവരാണ്. പല നിലക്കുമുള്ള തിന്മകൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ തിന്മകൾ മനുഷ്യന്റെ ഇഹലോക ജീവിതത്തിലും പല തരത്തിലുള്ള നാശങ്ങൾക്ക് കാരണമാണ്. അതോടൊപ്പം പരലോക ജീവിതത്തിലും നാശനഷ്ടങ്ങൾക്ക് കാരണമാണ്. അല്ലാഹു തആല ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. തിന്മയിലൂടെ അല്ലാഹു മനുഷ്യനെ നശിപ്പിച്ചു കളയും. അത് ഏത് രീതിയിലാണ് നമുക്ക് പറയാൻ കഴിയില്ല. വഹലകിനാഹും ബിദുനൂബിഹിം, മുൻകഴിഞ്ഞ സമൂഹം അവരെ നാം നശിപ്പിച്ചത് അവർ ചെയ്ത തിന്മകളുടെ ഭാഗമായി കൊണ്ടായിരുന്നു. വീണ്ടും അല്ലാഹു പറയുന്നുണ്ട്, ഫകുല്ലൻ അഖദിനാ ബിദൻബിഹി, പല ആളുകളെയും നാം പിടികൂടിയതും അവരെ നാം ശിക്ഷിച്ചതും അവർ ചെയ്ത തിന്മകളുടെ ഭാഗമായി കൊണ്ടായിരുന്നു. വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, പല ആളുകളും അല്ലാഹുവിനെ കളവാക്കി, അല്ലാഹുവിനെ നിഷേധിച്ചു, റബ്ബിന്റെ നിയമങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ വിലയില്ലാതെയായി. അങ്ങനെ താന്തോന്നികളായി ജീവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുകയാണ്, അവരെ ശിക്ഷിക്കുകയാണ്. അപ്പൊ പരലോകത്ത് അതേപോലെ തന്നെ ഇഹലോകത്തും തിന്മകൾ മനുഷ്യന് വലിയ നാശം വിതച്ചു വെക്കുവാനുള്ള കാരണമായി തീരുന്നു എന്നർത്ഥം. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം കൂടി, ഒമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ, അല്ലാഹുവുമായുള്ള സ്മരണ വിട്ടുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ തിന്മകളുമായി മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യൻ അവന് ഇടുങ്ങിയ പ്രയാസം നിറഞ്ഞ ജീവിതം ഈ ലോകത്തുണ്ടായിരിക്കും. ശരി, അപ്പോൾ സ്വാഭാവികമായി മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്, തിന്മ ചെയ്യുന്നവരാണ്. എന്താ ഒരു പരിഹാരമുള്ളത്? അത് മായ്ക്കപ്പെടണം മരണത്തിന് മുമ്പായിക്കൊണ്ട്. ആ തിന്മകൾ ഇല്ലാതെയായി തീരണം മരണത്തിന് മുമ്പായിക്കൊണ്ട്. അല്ലെങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷയാണുള്ളത്. പരിഹാരമായി കൊണ്ടാണ് ഇവിടെ 3 കാര്യങ്ങൾ ഈ ഒരു ഹദീസിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഓരോന്ന് കൂടുതൽ വിശദീകരണമില്ലാതെ ചുരുക്കി മനസ്സിലാക്കുക. ഒന്നാമത്തേത്, ഫൻതിളാറു സ്വലാത്തി ബഅദ സ്വലാത്ത്, ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കുക. നമസ്കാരം എന്ന് കേൾക്കുമ്പോൾ മനസ്സിന് റാഹത്ത് തോന്നണം. ഇനി എനിക്ക് ളുഹർ നമസ്കാരം വരാനുണ്ട്, ഇനി എനിക്ക് അസ്ർ നമസ്കാരം വരാനുണ്ട്. അതല്ലാതെ നമ്മൾ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ബാങ്കും കൊടുത്തു എന്ന നിലക്ക് ബാങ്ക് കൊടുക്കുന്ന ആളോട് പോലും ഒരു തരം അലർജിയുടെ സംസാരം, അതല്ല വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത്. അവന് എന്ത് ടെൻഷനുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതാ എനിക്ക് ഇന്ന നമസ്കാരം വരാനുണ്ടല്ലോ എന്നുള്ള മാനസികമായ സന്തോഷം, അതാണ് ഇംതിളാറു സ്വലാത്ത് ബഅദ സ്വലാത്ത്. ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ ആഗ്രഹിക്കണം, അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കണം. അങ്ങനെ പ്രതീക്ഷയുണ്ടായാൽ അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുകയും അത് ഇല്ലാതെയാക്കി കളയുകയും ചെയ്യുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പള്ളിയിലേക്ക് നേരത്തെ വരിക, ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് എത്തുക, അതെന്താ? നമസ്കാരത്തെ പ്രതീക്ഷിക്കലാണ്. തഹയ്യത്ത് നമസ്കരിക്കുക, എന്നിട്ട് അവിടെ ഇരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു, അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ഞാൻ അറിയിച്ചു തരട്ടെയോ, അലാമാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുന്ന, തിന്മകൾ ഇല്ലാതെയാക്കി കളയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ. വയർഫഉ ബിഹി ദറജാത്ത്, തിന്മകൾ മായ്ക്കുക മാത്രമല്ല മനുഷ്യന്റെ പദവികൾ അല്ലാഹു ഉയർത്തുകയും ചെയ്യും എന്ന 3 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്ന് ഇംതിളാറു സ്വലാത്തി ബഅദ സ്വലാത്ത്, ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ കാത്തിരിക്കുക. പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക എന്ന അർത്ഥത്തിലല്ല. ഏത് ജോലിയിലാണെങ്കിലും ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും ആ നമസ്കാര സമയമാകുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പായിക്കൊണ്ടും എനിക്കിതാ എന്റെ നമസ്കാരത്തിന് സമയമായിരിക്കുന്നു എന്നുള്ള ആഗ്രഹവും ആ ഒരു പ്രത്യാശയും. എന്നാൽ ഒരാൾ പള്ളിയിൽ ഇരിക്കുക, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, ഇശാ നമസ്കാരത്തിന് മഗ്രിബിനും ഇടക്ക് കൂടുതൽ സമയമൊന്നുമില്ല, 1-1.5 മണിക്കൂർ, കാര്യമായിട്ട് ജോലികളൊന്നുമില്ല. വീട്ടിൽ പോയാലോ തീർച്ചയാണ് അവൻ സീരിയലുകൾക്ക് മുമ്പിലാണ്, അല്ലെങ്കിൽ പാട്ടുകൾക്കും അനാവശ്യ ദൃശ്യങ്ങൾക്കും മുമ്പിലാണ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങളിലാണ്. എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം മഗ്രിബിന് ശേഷം പള്ളിയിൽ ഇരിക്കുക എന്നുള്ളത് ഖൈറായ കാര്യം തന്നെയാ, അതിനും വിരോധമൊന്നുമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു ദിവസം സ്വഹാബികൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഇരുന്നു, പുറത്തേക്ക് പോയില്ല അവര്. ഇനി അവരുടെ പ്രതീക്ഷ ഇശാ നമസ്കാരമാണ്. അങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്ശിറു, സന്തോഷിച്ചു കൊള്ളുക, എല്ലാവരും സന്തോഷിച്ചോളൂ, ഹാദാ റബ്ബുക്കും
ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങളിൽ ഒരു കവാടം ഇതാ അല്ലാഹു തആല തുറന്നിട്ടിരിക്കുന്നു. എന്നിട്ട് യുബാഹി ബികുമുൽ മലായിക, നിങ്ങളെക്കുറിച്ച് മലക്കുകളോട് അല്ലാഹ് അഭിമാനം പറയുകയാണ്. ആരെക്കുറിച്ച്? നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ച് ദിക്റുകളും പ്രാർത്ഥനകളുമായും പള്ളിയിലിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുകയാണെന്ന് അല്ലാഹു തആല മലക്കുകളോട് അഭിമാനം പറയും. എന്താ പറയുന്നത് അറിയോ? അല്ലാഹു മലക്കുകളോട് യഖൂൽ, അല്ലാഹ് പറയും, ഉൻദുറു, നോക്കൂ, ഇലാ ഖദ് ഖലൗ ഫരീളതൻ, ആ പള്ളിയിൽ ചില അടിമകൾ ഒരു നിർബന്ധ നമസ്കാരം നിർവഹിച്ചു, അവര് ഒരു കർമ്മം അവർ നിർവഹിച്ചു. എന്നിട്ടോ അടുത്തതിന് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് സന്തോഷത്തോടു കൂടി അല്ലാഹു തആല പറയുമെങ്കിൽ, അതിലൂടെ നമ്മുടെ തിന്മകൾ മായ്ക്കപ്പെടുമെങ്കിൽ, സഹോദരന്മാരെ, ഒരു പണിയുമില്ലാത്ത ആളുകൾക്ക് മഗ്‌രിബിന് ശേഷം പള്ളിയിൽ ഇരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഉണർത്തിയ കാര്യം തന്നെയാണ്. ഈ പറഞ്ഞതിന് അർത്ഥം ഒരു പണിക്കും പോകണ്ട, ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വെറും ഒരു പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് പള്ളിയുടെ മൂലയിൽ ചടഞ്ഞിരിക്കണമെന്നാണോ? അല്ല, അങ്ങനെയും ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. അത് പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവൻ നിർവഹിക്കേണ്ടുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും, എല്ലാ കടമകളും, കടപ്പാടുകളും, ബാധ്യതകളും എല്ലാം നിർവഹിച്ചുകൊണ്ട് തന്നെ പള്ളി അവന് തടസ്സമാകാൻ പാടില്ല. ആരാധന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമാകുവാൻ പാടില്ല. ആ നിലക്കും നമസ്കാരത്തെ പ്രതീക്ഷിക്കണം, ആ നിലക്ക് നമസ്കാരത്തെ കാത്തിരിക്കണം. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ പറയുന്നു, ഇന്തിളാറുസ് സ്വലാത്തി ബഅദ സ്വലാത്തി തഗ്സിലുൽ ഖതായാ ഗസ്ലാ, ഒരു നമസ്കാര ശേഷം അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കൽ തഗ്സിലുൽ ഖതായ, പാപങ്ങളെ എല്ലാം മായ്ച്ചു കളയാൻ അത് കാരണമാണ്. എങ്ങനെ മായ്ച്ചു കളയും? തഗ്സിലുൽ ഖതായ ഗസ്ല, ശക്തമായ നിലക്ക് പ്രവാചകൻ പഠിപ്പിക്കുക, മുഴുവനായും എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുവാൻ അത് കാരണമായി തീരുമെന്നാണ്. എന്നു മാത്രമല്ല, ബാങ്ക് കേട്ടു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്താ, ബാങ്ക് കേട്ട് കഴിഞ്ഞാലും ഇതിന് ജമാഅത്തിന് അരമണിക്കൂറുണ്ട്, അതുകൊണ്ട് കുറച്ചു സമയം കൂടി ഇവിടെ ഇരിക്കാം, കുറച്ച് സമയം കൂടി സംസാരിക്കാം എന്ന നിലക്ക് പള്ളിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതല്ലാതെ അല്ലാഹു തആല ഇതാ വിളിച്ചിരിക്കുന്നു, ഞാൻ പോകട്ടെ, അവിടെ പോയി ഞാൻ കാത്തിരിക്കട്ടെ, അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന മനസ്സ് പലപ്പോഴും വരാറില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു സഹോദരൻ ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് വന്ന് തഹയ്യത്ത് നമസ്കരിച്ച് ജമാഅത്ത് നമസ്കാരത്തെ കാത്തിരുന്നാലും പ്രതീക്ഷിച്ചിരുന്നാൽ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹു അവനെ നീ പുറത്തു കൊടുക്കണമേ, അല്ലാഹുമ്മ റഹ്മഹു, അല്ലാഹുവേ അവനോട് നീ കരുണ കാണിക്കണമേ. മറ്റൊരു ഹദീസിൽ അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുവേ അവന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. ഇങ്ങനെയൊക്കെ മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, 5 മിനിറ്റ് പള്ളിയിൽ അധികം ഇരുന്നാൽ നമ്മൾ എന്തോ തീക്കനലിന്റെ മുകളിൽ ഇരിക്കുന്ന പോലെയാണ്. ക്ഷീണങ്ങൾ ഉണ്ടാകും, ഉറക്കം വരും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പലതും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അലസതയാണ് 5 മിനിറ്റ് പള്ളിയിൽ പോയിരിക്കാൻ. ഇനി അഥവാ പോയാൽ തന്നെ പള്ളിന്റെ മുമ്പിൽ ഒരു തുണ്ടുണ്ടാവും, അതിന് മുന്നേ മുകളിലായിരിക്കുക. അകത്ത് കയറി 2 റക്അത്ത് തഹയ്യത്ത് നമസ്കരിച്ച് അല്പസമയം ഖുർആൻ പാരായണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അത് ഉരുവിട്ടുകൊണ്ടിരിക്കുക. ആ ഒരു നല്ല മനസ്സ് പലപ്പോഴും നമുക്ക് വരാറില്ല. സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ജുമ നമസ്കാരം കഴിഞ്ഞാൽ പലപ്പോഴും സഹോദരന്മാർ പള്ളിയുടെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അത് ഇവിടെ നമസ്കരിക്കുന്ന ആളുകൾക്കും പ്രാർത്ഥിക്കുന്ന ആളുകൾക്കും ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾക്കും തടസ്സമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പുറത്തുപോയി സംസാരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. പള്ളിക്കകത്ത് നിന്നുകൊണ്ട് ആളുകളുടെ ഇബാദത്തിന് പ്രയാസമുണ്ടാകുന്ന നിലക്കുള്ള സംസാരങ്ങൾ ഉണ്ടാകരുത് എന്ന് സൗമ്യമായ നിലക്ക് തന്നെ മാന്യമായ നിലക്കും ഉപദേശിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, പള്ളിയിൽ പോയിരിക്കൽ, നമസ്കാരം കാത്തിരിക്കൽ അള്ളാഹുവിനടുക്കൽ വലിയ പുണ്യമുള്ള കാര്യം, അതോടൊപ്പം നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയുവാനുമുള്ള ഒരു കാരണം. സഹോദരന്മാരെ, നമസ്കാരം നമ്മൾ പലപ്പോഴും അതിന് പ്രാധാന്യം സൂചിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ടും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രയാസമായി തോന്നുന്ന കാര്യം എന്താ? നമസ്കാരമാണ്. അത് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമസ്കാരവുമായി ഒരു സത്യവിശ്വാസി എത്രത്തോളം ബന്ധപ്പെടുന്നുവോ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവും മനുഷ്യനും തമ്മിൽ നടക്കുന്ന സ്വകാര്യ സംഭാഷണമാണ് നമസ്കാരം. വിശ്വാസിക്ക് മനസ്സിന്റെ ആനന്ദവും കുളിരും കിട്ടേണ്ടുന്ന രംഗമാണ് നമസ്കാരം. ഒരാളുടെ മുമ്പിലും പാടില്ലാത്ത
നെറ്റിയും കൈപ്പത്തികളും കാൽമുട്ടും കാൽവിരലുകളും നിലത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഏറ്റവും പരമപ്രധാനമായ സുജൂദ് എന്ന ഇബാദത്തുള്ള ആരാധനയാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെയാണ് നമസ്കാരത്തെക്കുറിച്ച് അമൂദുദ്ദീൻ, ദീനിന്റെ നെടുംതൂണാണ്, ദീനിന്റെ നെടുംതൂണാണ് നമസ്കാരമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ ചില ആളുകൾ വിശ്വാസികളാണ്, അവരാണ് വിജയികൾ. എന്താ അവരുടെ പ്രത്യേകത? വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവർ നമസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ്. തോന്നുമ്പോൾ നമസ്കരിച്ചു, ഒഴിവ് കിട്ടിയപ്പോൾ നമസ്കരിച്ചു, അല്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിലോ ജോലി എല്ലാ പണിയും എല്ലാ ഏർപ്പാടും കഴിഞ്ഞും അവസാനം 5 മിനിറ്റ് സമയം കിട്ടി എന്നിട്ട് കാക്ക കൊത്തുന്നത് പോലെ, കോഴി കൊത്തുന്ന പോലെ നമസ്കരിക്കുന്ന ആളുകൾ എന്നാ പ്രവാചകൻ പറഞ്ഞത്. കാര്യമില്ല അതുകൊണ്ട്. അപ്പൊ സൂക്ഷ്മതയോടുകൂടി സമയബന്ധിതമായി വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ ഉലൈക ഹുമുൽ വാരിസൂൻ, അവർക്കാണ് അനന്തരം എടുക്കാനുള്ളത്. എന്താ അനന്തരം എടുക്കാനുള്ളത്? അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, നമസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർ, അതിൽ കൃത്യത പാലിക്കുന്നവർ ജന്നാത്തുൽ ഫിർദൗസ് അവർ അനന്തരം എടുക്കും. അല്ലാഹു തആല ആ നല്ലവരായ വിഭാഗത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ല നമ്മൾ പാഴാക്കുകയാണെങ്കിലോ, ആ വിഷയത്തിൽ പ്രാധാന്യം മനസ്സിലാക്കാതെ ഗൗരവം കാണിക്കാതെ തോന്നിയതുപോലെയൊക്കെ പ്രവർത്തിച്ചും ഒഴിവ് കിട്ടുമ്പോൾ നമസ്കരിച്ചും ആ നിലക്ക് അല്ലെങ്കിൽ നമസ്കാരം തന്നെ ഇല്ല എന്ന അവസ്ഥയാണെങ്കിലോ, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത വത്തബഉശ് ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ, ചില ആളുകൾ പിൽക്കാലത്ത് കടന്നു വന്നു. ഖുർആന്റെ ഒരു പരാമർശമാണ്. ചില ആളുകൾ കടന്നു വന്നു, അവരെന്താ ചെയ്തത്? അളാഉസ് സ്വലാത്ത്, നമസ്കാരത്തെ പാഴാക്കി. നമസ്കാരം ഒഴിവാക്കിയവരുണ്ട്, സമയം തെറ്റിച്ചവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അവരെ കുറിച്ച് മൊത്തത്തിലുള്ള പറയാണ് അല്ലാഹുസ് സ്വലാത്ത്, അവർ നമസ്കാരത്തെ പാഴാക്കിയവര്. വത്തബഉശ് ശഹവാത്, എന്നിട്ട് ഇച്ഛകളെ പിൻപറ്റി. ഫസൗഫ യൽഖൗന ഗയ്യാം, അവർ ഗയ്യ് കണ്ടുമുട്ടുക തന്നെ ചെയ്യും, നരകമാകുന്ന ശിക്ഷ അതവർ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നും നമസ്കാരം പാഴാക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം മനുഷ്യനെ തിന്മകളിൽ നിന്ന് തടയുന്ന കാര്യമാണ്, തിന്മകളിൽ നിന്ന് തടയുന്ന ഇബാദത്താണ്, മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ഇബാദത്താണ്. അതാ പ്രവാചകൻ പഠിപ്പിച്ചത്, അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മററാത്ത്, തന്റെ വീടിന്റെ മുമ്പിലൂടെ ഒഴുകുന്ന ഒരു നദി, ഒരു വെള്ളച്ചാൽ, അതിൽ നിന്ന് ഒരു ദിവസം 5 സമയം ഒരു മനുഷ്യന് കുളിക്കുന്നു എങ്കിൽ ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, അവന്റെ ശരീരത്തിൽ ചെളി ബാക്കിയുണ്ടാകുമോ, വൃത്തികേട് മാലിന്യം ബാക്കിയുണ്ടാകുമോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യത്തിന് സ്വഹാബത്തിന്റെ മറുപടി, ഖാലു ലാ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, ഇല്ല റസൂലേ, ഒരു ചളിയും ബാക്കിയാവുകയില്ല, ഒരു മാലിന്യവും ബാക്കിയാവുകയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫദാലിക മസലു സ്വലവാത്തിൽ ഖംസ്, ഇതാണ് 5 നേരത്തെ നമസ്കാരത്തിന്റെ സവിശേഷത. അത് യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ, അതിലൂടെ അല്ലാഹു തആല മനുഷ്യന്റെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, വിശദീകരിക്കുന്നില്ല, നമസ്കാരം പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഇബാദത്താണ്. ഞാനും നിങ്ങളും പേര് കൊണ്ടല്ല മുസ്ലിം ആയിട്ടുള്ളത്, അങ്ങനെയല്ല മുസ്ലിം ആകേണ്ടതും. പേരാർക്കും എന്തും ഇടാം, വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം, ആചാരങ്ങളും കർമ്മങ്ങളുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഒരുത്തൻ എന്റെ പേര് മുഹമ്മദ് എന്നിട്ടു, അബൂബക്കർ എന്നിട്ടു, ഉമർ, ഉസ്മാനു, അലി, നല്ല നല്ല പേരുകറാം, പള്ളിയുമായി ബന്ധമില്ല, നമസ്കാരവുമായി ബന്ധമില്ല, അള്ളാഹുമായി അവന് ബന്ധമില്ല എങ്കിൽ അവന്റെ പേര് കൊണ്ട് യാതൊരു ഫലവും ലഭിക്കാൻ പോകുന്നില്ല. യഥാർത്ഥമായ വിശ്വാസവും അള്ളാഹുവും അവന്റെ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആചാര മര്യാദ അനുഷ്ഠാനങ്ങളും എപ്പോൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നുവോ അപ്പോൾ മാത്രമേ അവൻ പരിപൂർണ്ണ മുസ്ലിമായി തീരുകയുള്ളൂ. അപ്പോ ഒന്നാമത്തെ കാര്യം, നമസ്കാരം പ്രാധാന്യമുള്ളതാണ്. ആ നമസ്കാരത്തെ ആഗ്രഹിക്കൽ, അതിനെ പ്രതീക്ഷിക്കൽ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിനെ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കൽ, അത് വലിയ പുണ്യമുള്ള മനുഷ്യന്റെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന കാര്യമാണ്. ശരി, രണ്ടാമത്തേത്, പാപം മായ്ച്ചു കളയാൻ വിശ്വാസം പറയുന്നത് നഖ്ലുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, ജമാഅത്തുകളിലേക്ക് നമ്മുടെ കാൽപാദങ്ങളെ വർദ്ധിപ്പിക്കുക. ഈ പറഞ്ഞ നമസ്കാരം, ഈ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച വിഷയം, അത് ഞാൻ എൻ്റെ വീട്ടിൽ നിർവഹിക്കാനുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പള്ളിന്റെ ആവശ്യമില്ലല്ലോ. പല ആളുകളും പറയാം, എന്താ ഞാൻ നമസ്കരിക്കുന്നില്ലേന്നാ. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ ജമാഅത്ത് നിർബന്ധ നമസ്കാരങ്ങൾ നമസ്കരിക്കാനുള്ള സ്ഥലം അല്ല
പലപ്പോഴും ഇതിനു മുമ്പ് നമ്മൾ ഒരു ഖുത്ബ തന്നെ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ മനസ്സിലാക്കിയത് എന്താ, ജമാഅത്തായി നമസ്കരിച്ചാലും 27 ഇരട്ടി കൂലിയുണ്ട്. അപ്പൊ ജമാഅത്ത് ഒഴിവാക്കിയാലോ ആ കൂലി നഷ്ടപ്പെടും എന്നേയുള്ളൂ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കി. അല്ല, നിർബന്ധമാണ്. ആർക്കൊഴികെ? ഇസ്ലാമികപരമായ കാരണങ്ങൾ ഉള്ള ആളുകൾക്കൊഴികെ. അവരാരാ? ഒന്ന് രോഗം, മറ്റൊന്ന് യാത്ര, മറ്റൊന്ന് ശക്തമായ കാറ്റും മഴയും. ഇങ്ങനെയുള്ള ഇസ്ലാമികമായ കാരണങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് വരൽ നിർബന്ധമാണ്. ചില ഹദീസുകളിൽ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ പുണ്യവും പഠിപ്പിച്ചു എന്ന് കരുതിക്കൊണ്ട് ആ ജമാഅത്ത് ഒഴിവാക്കിയാൽ പുണ്യം നഷ്ടപ്പെടുകയല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന നിലക്ക് നിസ്സാരമായി നമ്മൾ ഈ വിഷയത്തെ കാണാറുണ്ട്. പറ്റുകയില്ല. ജമാഅത്ത് നമസ്കാരം നിർബന്ധം തന്നെയാണ്. ഖുർആൻ എന്താ പറഞ്ഞത്? വർക്കഊ മഅർ റാക്കിഈൻ. വർക്കഊ മഅർ റാക്കിഈൻ. നിങ്ങൾ നമസ്കരിക്കുന്നവരോടൊപ്പം നമസ്കരിക്കണം, റുകൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുകൂ ചെയ്യണം. എന്തിനേറെ, അഖീമുസ്സലാത്ത് എന്ന ഖുർആന്റെ പദപ്രയോഗം സല്ലു എന്ന് മാത്രമല്ല, നമസ്കരിക്കൂ എന്ന് മാത്രമല്ല, മറിച്ചും അഖീമുസ്സലാത്ത് നമസ്കാരം നിലനിർത്തൂ എന്നാണ്. മുഖീമുസ്സലാത്ത് നമസ്കാരം നിലനിർത്തുന്നവൻ എന്ന എന്താ പദത്തിന്റെ പ്രത്യേകത? അഖാമ യുഖീമു ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ ആ പദത്തിൽ തന്നെ ചില വിശദീകരണങ്ങളുണ്ട്. അത് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതെന്താ? കൃത്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സമയബന്ധിതമായി ജമാഅത്തായി സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ അഖാമ എന്ന് അതിനെക്കുറിച്ച് പറയുകയുള്ളൂ. ആ പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. അഖീമുസ്സലാത്ത്. ഞാൻ നമസ്കരിക്കുന്നില്ലേ എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് എന്നുള്ള ചോദ്യം അള്ളാഹുവോട് ചോദിക്കാൻ പറ്റൂലല്ലോ. വിചാരണ അള്ളാഹുവിന്റെ മുമ്പിലാണല്ലോ, കോടതി റബ്ബിന്റെ മുമ്പിലാണല്ലോ. ആ റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു എന്ന് മറുപടി പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം അന്നത് പറഞ്ഞിട്ടുമില്ല. അന്ധനായ, കണ്ണ് കാണാൻ കഴിയാത്ത സ്വഹാബി പ്രവാചകരെ, എൻ്റെ വഴിയിൽ പ്രയാസങ്ങളുണ്ട്, എൻ്റെ വഴിയിൽ എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, അതായത് എന്നെ പ്രയാസപ്പെടുത്തുന്നതിനൊക്കെയുള്ള പാമ്പ്, തേള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കണ്ണെനിക്ക് കാണില്ല, കൈ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ എനിക്കൊരാളില്ല. ഇതൊക്കെ പറഞ്ഞു പ്രവാചകനോട് സ്വഹാബി വന്നിട്ട് എന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഉദുറുണ്ടോ? പള്ളിയിലേക്ക് ജമാഅത്തിന് വരാതെ വീട്ടിൽ നമസ്കരിക്കാൻ എനിക്ക് ഇളവുണ്ടോ? എന്താ പ്രവാചകൻ തിരിച്ചുള്ള ചോദ്യം? ഹൽ തസ്മഉൻ നിദാ. നീ ബാഗ് കേൾക്കുമോ? ബാഗ് കേൾക്കുമോ? ഞാൻ കേൾക്കും. എങ്കിൽ നീ ഉത്തരം കൊടുക്ക്, എങ്കിൽ നീ പള്ളിയിലേക്ക് വാ. സഹോദരന്മാരെ, കണ്ണെന്ന ആരോഗ്യമുള്ള, കണ്ണെന്ന നിയമത്ത്, ശാരീരികമായ നിയമത്ത്, വാഹന സൗകര്യങ്ങള്, സ്വന്തം കടകൾ, സ്വന്തം സ്ഥാപനങ്ങള്, ഇനി മറ്റുള്ള സ്ഥാപനത്തിലാണെങ്കിൽ പോലും പള്ളിയിലേക്ക് വരാനുള്ള സൗകര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ട് ഹയ്യാല സ്വലാത്ത് എന്ന് കേൾക്കുമ്പോ വരാൻ തോന്നുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താ? എന്റെ പാപം പൊറുക്കണ്ട എന്നാണോ? അതാണോ നമ്മൾ തീരുമാനിച്ചത്? അതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ജമാഅത്ത് നമസ്കാരം പുണ്യമുണ്ട്, പ്രാധാന്യമുണ്ട്.